ഓക്കെ, മറുമൊഴിക്കായി പ്രിയപ്പെട്ട രാവണി മാഷെ സ്നേഹത്തോടെ ക്ഷണിക്കും. സ്നേഹിതരെ, KN കുഞ്ഞുമ്മദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ നന്ദി പ്രകടനം കഴിഞ്ഞ് പോകാവൂ, അതാണ് മര്യാദ എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് ഇരിങ്ങാലക്കുടക്കാർ അവിടെ മര്യാദകൾ മാക്സിമം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നതറിയില്ല. കവിതയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ എനിക്ക് കിട്ടിയ പുരസ്കാരത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇരിങ്ങാലക്കുട വരുമ്പോഴെല്ലാം ഈ ഒരു പ്രദേശം എനിക്ക് എങ്ങനെ വിലപ്പെട്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന്, എൻ്റെ ജീവിത സഖി പിറന്നു വീണ മണ്ണാണ് ഇത്. മറ്റൊന്ന്, വളരെ ചെറുപ്പം മുതൽ എൻ്റെ സാഹിത്യ ജീവിതത്തിലൊപ്പം സഞ്ചരിക്കുന്ന അശോകൻ ചെരുവിൻ്റെ നാടുമാണ്. ഈ അശോകനെ കാണാനാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ആ നിലയിൽ എൻ്റെ വ്യക്തി ജീവിതത്തെയും സാഹിത്യ ജീവിതത്തെയും ചേർത്ത് പിടിച്ച ഒരുപാട് വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ഇരിങ്ങാലക്കുടയിലുണ്ട്. ഇന്ന് 3 മണി മുതൽ ഏതാണ്ട് 4 മണിക്കൂറിലേറെ സമയം നമ്മളിവിടെ ചെലവഴിച്ചു. ഇവിടെ ഇരുന്ന ഏറെ ആൾക്കാരെയും എനിക്ക് നേരിട്ടറിയാം. അങ്ങനെയുള്ള വലിയൊരു സൗഹൃദത്തിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ പ്രദേശം. വളരെ വലിയൊരു സഹൃദയത്വമുള്ളൊരു നാടാണ്. അവിടെ വെച്ചിട്ടാണ് ഈ സ്വീകരണം പിന്നെ തരുന്നത്. ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷെറിനെ വെച്ച് പറഞ്ഞ ആ വക പരിപാടിയൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് പക്ഷെ ഷെറിനത് കൂട്ടാക്കിയില്ല. ഷെറി എന്നോട് ഫോട്ടോ ചോദിച്ചു കാണും, ഞാൻ കൊടുത്തില്ല. അത് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ കാണുന്ന ഒരു പടം കണ്ടത്. ആകെ ഇവിടെ നരച്ച മീശയും നരച്ച താടിയും. അത് ഞാൻ അവിടെ ഒരു സാധ്യതയില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഫോട്ടോ ചോദിച്ചാലും ഞാൻ എൻ്റെ കയ്യിൽ ഫോട്ടോ കൊടുക്കുന്നുള്ളത്. എൻ്റെ കയ്യിൽ ഒരു 24 വയസ്സ് പ്രായത്തിൻ്റെ എൻ്റെ ഫോട്ടോ ഉണ്ട്. നല്ല മുടിയൊക്കെ ഉള്ള തളയുണ്ട്. അതിന് തുടർന്ന് എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നതാണ്. വേറെ ഒന്നും പറയാനില്ല. ഇരിങ്ങാലക്കുടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വന്ന സ്ഥലമാണത്. എൻ്റെ കവിതകളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട ആൾക്കാരാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നവരാണ്. ഈ കവിതയല്ലാതെ മറ്റൊരു ജീവിതമില്ല. എവിടെയാണ് ജീവിച്ചത്? വീട്ടിൽ ജീവിച്ചില്ല, നാട്ടിൽ ജീവിച്ചില്ല, ആഫീസിൽ ജീവിച്ചില്ല. ജീവിക്കാൻ ശ്രമിച്ചത് കവിതയിലാണ്. കവിതയാണ് എന്നെ നിലനിർത്തുന്നത്. എൻ്റെ മതം പ്രത്യയശാസ്ത്രം എന്നുള്ളത് കവിതയാണ്. കവിത ഉണ്ടാവുക എന്നുള്ളതാണ്. കവിതയുള്ള ലോകമാണ് മനുഷ്യർക്ക് ജീവിക്കാൻ കൊള്ളുന്ന ഏറ്റവും വലിയ ലോകം എന്നുള്ളതുകൊണ്ട് കവിതയെ നട്ടു വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചത്. ലോകത്തിൽ ആര് കവിത എഴുതുമ്പോഴും എനിക്കൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടാകും. കവിത വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു 3 ക്ലാസ് 4 ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി കവിത എഴുതിയാലും മുതിർന്ന വലിയൊരു കവിത എഴുതിയാലും കവിത വരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്, പ്രചോദനമാണ്. കവിത വരുമ്പോഴാണ് മരണത്തെ അതിജീവിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും കവിതയല്ലാതെ മറ്റൊന്നുമില്ല. ഇല്ലാത്തൊരാൾക്ക് കവിതയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഏതൊരു സ്നേഹപ്രകടനം അങ്ങേറ്റം വിലപ്പെട്ടതാണ്. ഈ പുരസ്കാരം വളരെ വലിയ പുരസ്കാരമാണ്. തീർച്ചയായിട്ടും അതൊന്നും കിട്ടേണ്ട ഒരാളല്ലല്ലോ. നിർഭാഗ്യവശാൽ കിട്ടിയത് എനിക്കാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലാ കവികൾക്കും വേണ്ടി, എല്ലാ കവിക്കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. പൂക്കാസ എൻ്റെ സംഘടനയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പൂക്കാസ യൂണിറ്റുകളിൽ നിന്നാണ് നമ്മുടെ ഇരിങ്ങാലക്കുട ടൗൺ പൂക്കാസ യൂണിറ്റ്. തീർച്ചയായും ആ യൂണിറ്റ് പൂക്കാസ എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ് പിന്തുണ, സഹായം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പ്രകടനത്തിന് വേണ്ടി അടുത്ത ആളെ ക്ഷണിച്ചുകൊണ്ട് കവിത കൊണ്ട് നിറയ്ക്കുക മനസ്സ് മുഴുവൻ, ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി മാഷേ.